അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് ബെഡ് വാറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കളിച്ചാൽ തുടങ്ങാം. നമുക്ക് സെർവറിലാണ്, പബ്ലിക് സെർവറാണ്. ഇനി നമ്മളെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ വേൾഡുകൾ ഒക്കെ പോയി ഗൈസ്. നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നുണ്ട്, റെഡിയാണ്. നമുക്ക് വരുത്തണം. നമ്മൾ ബെഡ് വാർ സീരീസ് തുടങ്ങാൻ പോവാണ്. നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സൊക്കെ റെഡി ആക്കണേ. നമ്മൾ ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ഓ, എൻ്റെ സ്കിൻ ഗൈസ് നോക്കാം. കണ്ടോ ഞാൻ അത്ര പ്രീമിയമായി യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് കളിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ബെഡ് വാർ കളിച്ചാൽ നമ്മൾ അത്രയും കളിക്കാരനൊന്നും അല്ലെങ്കിലും എന്നാലും ഒരു രസം. നമുക്ക് സ്ക്വാഡായി കളിക്കാം. ബെഡ് വാർ, അതും സ്ക്വാഡ് ഓഫ് ടീം. നമുക്ക് ഇവിടെ പാർക്ക് പറഞ്ഞായിട്ട് സെക്ഷൻ ഉണ്ട്. അയ്യോ, എൻ്റെ സെറ്റിങ്സ് റെഡി അല്ലല്ലോ. സെറ്റിങ്സ് റെഡി ആക്കണം. ഓക്കെ, ഞാൻ സെറ്റിങ്സ് റെഡി ആക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കിട്ടാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സ് റെഡി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ട്രേഡിങ് വില്ലേജ്. ആദ്യം നമുക്ക് കുറച്ച് വൂള് വാങ്ങണം. എന്നിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. അതാകുമ്പോൾ വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വെക്കണം. ഇത് നമ്മളെ സ്വന്തം സ്ഥലമാണ്. അങ്ങനെ ഡയമണ്ട് കിട്ടി. നമുക്ക് വേഗം ബേസൊക്കെ പോവാം. ബേസ് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഗോൾഡ് ബാർ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് ബാർ കളക്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഡയമണ്ടിൻ്റെ സ്റ്റേറ്റിൽ എത്തണം. നമുക്കിതിനെ അപ്ഗ്രേഡ് ചെയ്യണം, അതാണ് മെയിൻ. അങ്ങനെ 9 അങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഡയമണ്ട്? 5 ഡയമണ്ട് വേണം. പേടി ഗൈസ്, നമുക്ക് പേടിയില്ല. ഒരു ഡയമണ്ട് ആയിട്ടുണ്ട്. അവിടെത്തി. ഇവിടെ ഡയമണ്ട് ഓർസ് ഉണ്ട്, ഡീപ്സിലായിട്ടാണ്. ഇവിടെ അങ്ങനെ ആഫ്റ്റർ അങ്ങനെ നിൽക്കാം. ഇവിടെ ഈ സമയം കഴിയുമ്പോൾ അങ്ങനെ കയറും. ഒരു ഡയമണ്ട് പോയി. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഗൈസ്. പ്രശ്നമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് കളിച്ചാൽ തുടങ്ങിയാണ്. 5 കളിച്ചാൽ തുടങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങി വെച്ചിരുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം. അത് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 എമറാൾഡ് മതി. 4 എമറാൾഡിന് നാട്ടിലേക്ക് പോകണം ഗൈസ്. അങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് തന്നെ വടി നോക്കാം. അങ്ങോട്ട് പോകല് റിസ്ക്കാണ്. ഇങ്ങനെ ആർമറും സെറ്റ് ചെയ്യട്ടെ. നമുക്ക്
ഇവിടെ വില്ലേജർ. ഓക്കെ, വില്ലേജ് റെഡി. നമ്മൾ അങ്ങനെ ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റോൺ സോഡ് നമുക്ക് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഐലൻഡ് ടെർട്ട് വേണം. അതില്ലെങ്കിൽ കാര്യം നടക്കില്ല. നല്ല പ്ലെയേഴ്സ് വരുമ്പോൾ, വേറെയുള്ള പ്ലെയേഴ്സ് വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ലെങ്കിലും ഇവിടെ ഓട്ടോമാറ്റിക് ഡിഫെൻഡ് ആയിക്കോളും. ഇവിടെ ഐലൻഡ് ടെർട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസ് ആയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചാടി ഇറങ്ങാം. ആസിൽ കൊടുത്താൽ മതി ഗൈസ്. നമ്മൾ ഒരു സാധനം അത് റിപ്പയറിന് 10 എണ്ണമാണ്. ആ ഒരു സാധനത്തിന് 10 എണ്ണമാണ് ഗൈസ്. ബ്ലൂ ടീമത്തെ ആൾക്കാരൊക്കെ വരുന്നത്. ലെജൻഡുകളൊക്കെ അല്ലേ, എന്ത് ചെയ്യാൻ. മൂന്ന് ഡയമണ്ട് ആയി. നമുക്ക് ഒരു അങ്ങനെ കയറണ്ട. 4 ഡയമണ്ട് ആയിട്ടില്ല, 5 ഡയമണ്ട് ആയി. ഓക്കെ, റെഡി 5 ഒന്നുകൂടി 10 എണ്ണം കേട്ടോ. അങ്ങനെ തന്നെ ഓനവിടെ പോയിട്ടുണ്ട്. കുറച്ച് ടൈമുള്ളൂ എടുക്കണം. 7 സെക്കൻഡ് അത്ര തന്നെ ഉള്ളൂ. ഇവനെന്താ കേട്ടണേ? വുഡൻ പ്ലാങ്ക് വാങ്ങാം, മനസ്സിലായി. കയറാനേ അല്ലോ മഞ്ഞടീം തളി അടച്ചാനെ. ഓക്കെ, 10 നമുക്ക് എമറാൾഡ് ഐലൻഡിലേക്ക്, അതായത് ആ സെൻറ്റർ പോയിന്റിലേക്ക് പോകാൻ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകാം. 32 ബ്ലോക്ക് അത് വെക്കുള്ളൂ, മതിയേക്കും. അതാ ഗൈസ് പോണേന്. ഇത് ഞാൻ അങ്ങോട്ട് എടുക്കുക. പിന്നെ അവിടെ ഇനി എമറാൾഡ്. പ്ലേസ് പിന്നെ അങ്ങനെ കിട്ടൂല. അയ്യോ ഷേ, 2 എമറാൾഡാ ഗൈസ് പോയത്. ഇതില്ലേ ആർമറുണ്ടോ? പേടിച്ചല്ല. നമ്മൾ വേഗം അങ്ങോട്ട് വന്നിട്ട് ഇത് കളക്ട് ചെയ്യുക. ഞാൻ ഐലൻഡ് ടെർട്ട് വെച്ചോണ്ട് കുഴപ്പമില്ല ഗൈസ്. അത് ഇല്ലോണ്ട് പേടിച്ചല്ല. ഒരു ഐലൻഡ് ടെർട്ടും ഇതും കുറച്ച് കൂടും. പിന്നെ ഇനി എന്താ ഇതേതാ? ഇതങ്ങോട്ട് ട്രേഡ് 5 അയ്യോ അതാ ഗൈസ്, വേറൊരു പ്ലെയർ അങ്ങനെ വരത്തരുത്. അയ്യോ ഞാൻ പോയി. അതാ അതിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് ഞാൻ കണ്ടില്ല. അതൊക്കെ വസലായില്ല. നമുക്ക് ഡയമണ്ട്സ് ഇവിടെ ഓട്ടോമാറ്റിക് ഭാഗ്യം ഫുള്ളി അപ്ഗ്രേഡ് ആയിരുന്നു. ഇനിയാണ് എൻ്റെ ഗൈസ് കളികൾ. ഇവിടെ എന്താല്ലേ? പോർഷൻ ഓഫ് ആൻറ്റിഡോട്ട്, പോർഷൻ
റീജനറേഷനാണ് വേണ്ടത്. ഓക്കെ, ഇനിയും ഇനി എന്താ വേണ്ടത്? ഡയമണ്ട് സെറ്റിലെ എല്ലാ സാധനങ്ങളും പോരട്ടെ, ഒട്ടും കുറയണ്ട. ബോ ആയിക്കണേ, മെയ്സ് ഐഷേ, ഡീപ് സ്ലൈറ്റ് മേടിക്കണം അങ്ങോട്ട്. ഇനി നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വിങ് ചാർജർ കിട്ടുമെന്നാവും. വിങ് ചാർജർ കിട്ടണമെങ്കിൽ സുഖമായിരുന്നു. വിങ് ചാർജർ കിട്ടണോ നാട്ടുകാർ? അയ്യോ ഉള്ള പഠിച്ചോ, ഞാനും കരുതി വിങ് ചാർജർ കിട്ടില്ലേ. അങ്ങോട്ട് പോരാ, അങ്ങോട്ട് അയ്യോ 5 എമറാൾഡ് ഇട്ടിട്ടുണ്ട്. ഏത് പ്ലെയറാണോ? നന്ദിയുണ്ടേ. എമറാൾഡായിട്ട് എന്തൊക്കെ മേടിക്കാൻ പറ്റും? ട്രാക്കിംഗ് കോമ്പസ്, അത് വേണ്ട. ഈ സാധനം വേണം. അയ്യോ പ്ലെയർ ഡീക്കോയ് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ മെയ്സ് 6 എണ്ണമാണ്. പക്ഷേ നമ്മൾ വെച്ചാൽ 5 എണ്ണേ ഉള്ളൂ. ഇതിലിരിക്കട്ടെ 5 എണ്ണം. നമുക്ക് വേറെ ഒന്നുകൂടിയും കിട്ടുമെന്നാവോ? സാധനം അയ്യോ, ഇനി വേണം. തരൂ. എവിടെ ആ സാധനം? അങ്ങനെ തന്നെ. അത് അങ്ങോട്ടല്ല, അങ്ങോട്ട് 30 ബ്ലോക്ക് മതി. ഒരു ബ്ലോക്ക് ലെഫ്റ്റ്. കാര്യം ബ്രിഡ്ജിമേനാണ് ചാടി. ഇവിടെ വന്നാണ്ട് കുറച്ച് എമറാൾഡ് കളക്ട്. 2 എമറാൾഡ്. അത് മതി. അയ്യോ പോകാൻ കഴിഞ്ഞില്ല. ഓക്കെ റെഡി പോകാം. അയ്യോ പോയി ഗൈസ്. 6 എമറാൾഡ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ തന്നെ. ഏത് ഇടലാണ്? ഓക്കെ, ഉണ്ടല്ലേ. ആർമറുണ്ട്. ഓക്കെ, അപ്പോൾ പഠിച്ചല്ല. അപ്പോൾ അത് ഇരിക്കട്ടെ. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാം. ആ വില്ലേജറിൻ്റെ അടുത്തുണ്ടായിരുന്ന ചെസ്റ്റിൽ ഒരു 6 എമറാൾഡ് അതേ നോക്കിയെടുത്തു. പക്ഷേ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇപ്രാവശ്യം പോകൂല ഗൈസ്, ഇപ്രാവശ്യം ഓക്കെ. ഒരു എമറാൾഡ് ആയിട്ടുണ്ട്. ഇനി ഒരു എമറാൾഡ് സ്റ്റേഷൻ അവിടെയാണ്.
ആയിട്ടുണ്ട്. എമറാൾഡ് ഒന്നുകൂടി അല്ല. ഇവിടുന്ന് വേഗം എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ കഴിയില്ല. ഏത് ടീമിൻ്റെ ഇപ്പോൾ പൊട്ടിയ എല്ലാ ടീം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചെസ്റ്റിൽ എന്തെങ്കിലും ഐറ്റംസ് സാധനങ്ങളൊക്കെ തന്നെ. ഏതോ ഇപ്പോൾ പ്ലെയർ അങ്ങനെ ചാടി ഗൈസ്. അത് നമുക്ക് വേഗം തീരുമാനമാക്കണം. ഫെദർ ബോർഡിങ് മെയ്സ്, അതാണ് നമുക്ക് വേണ്ട സാധനം. സഡൻ ഡെത്തോ? ഇനി നമുക്ക് ഇതില്ല, റെസ്പോൺ ഇല്ല. സഡൻ ഡെത്താണ്. സൂക്ഷിച്ച് പോവുക, അത്ര തന്നെ. ഐശ്ശേടാ, കഴിഞ്ഞു, കളി കഴിഞ്ഞു. നമുക്ക് പുതിയൊരു കളി എടുക്കാം. ഇതല്ല, ഇതിലില്ല ഗൈസ്. അത് നമുക്ക് വേറെ സെർവർ എടുക്കാം. അത് സെർവർ വെച്ചാൽ ഒരു ഐഡിയ ഉണ്ട്. ക്യൂബ് ക്രാഫ്റ്റ് എടുക്കാം. ക്യൂബ് ക്രാഫ്റ്റിൽ ആകുമ്പോൾ പില്ലർ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അതാകുമ്പോൾ സുഖമാണ് കളിച്ചാൽ. എന്നുവെച്ചാൽ അങ്ങനെ ബെഡ് വാർ കളിച്ചാണ്ട് ഓവർ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യൂബ് ക്രാഫ്റ്റ് ലാസ്റ്റ് ഇതൊരു കളിയാണ്. വീഡിയോ നല്ല ലെങ്ത്ത് വരുത്തണ്ടെന്ന് എഴുതിയിട്ടാണ്. മൊബൈലിലും കൂടി ആകുമ്പോൾ നല്ല ഹാങ് വരും. ഒന്നും വേണ്ടെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ക്യൂബ് ക്രാഫ്റ്റ് ഗെയിംസ് കണ്ടല്ലോ. കണ്ടോ നെറ്റ് കുഴപ്പമില്ല. ക്യൂബ് ക്രാഫ്റ്റ് ഗെയിംസ് ലോഡിങ് ഒന്ന് ലോഡാവടോ, എന്താടോ ഇങ്ങനെ. ലാസ്റ്റ് ഇതൊരു കളിയാണ് ഗൈസ്, പില്ലർ ഓഫ് ഫോർച്യൂൺ. അതാ നമ്മൾ തിരഞ്ഞെടുത്തത്. വേറെ അങ്ങോട്ട് അത് തന്നെ, ഇത് തന്നെ. ഓക്കെ, കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് പില്ലർ ഓഫ് ഫോർച്യൂൺ. ഓരോ പ്ലേയേഴ്സ് ഇല്ലേ, നമ്മൾക്ക് അടുത്ത് എത്താൻ പറ്റണത് അതാണ്. ലൈറ്റ്നിങ് റോഡ് ഇതൊക്കെ കണ്ടിരിക്കണം. ഒഴിവാക്കതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെക്കാം. ഓക്കെ, ഇത് വെക്കാം. പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഫ്ലൈ വൈഡ് ലെഗ്സ് തോറ്റ്. നമുക്ക് അടുത്ത കളി കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ വൈൻഡപ്പ് ചെയ്യാം. പ്ലെയേഴ്സ് കുറേ ഉണ്ടല്ലോ, കൈകളിലുണ്ട്. ഇങ്ങോട്ട് എത്താൻ പറ്റിയ സുഖമായിരുന്നു. ഇല്ലാത്തവരൊക്കെ എന്തിനാടെ ഒഴിവാക്കാതൊക്കെ. ടെസ്റ്റ് ചെയ്ത് അതിന് വേണ്ടി വരും. ഷൾക്കർ ബോക്സ്, ടാരറ്റ് സ്പോണറ്റ്.
അയ്യോ ആരോ ഓർഡനെ സ്പോൺ ചെയ്തിരിക്കണം മാങ്ങാത്തൊലി. വി ആർ ട്രാപ്ഡ് ഗൈസ്. ഞങ്ങളെ പേടിച്ചാനൊന്നുമില്ല, നമ്മൾ കളി തുടരുക. ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബീ സ്പോണറുണ്ട്, അതിനെ വിടാം. അപ്പോൾ അവിടെ ഉണ്ടല്ലേ വാർഡന്, സ്നീക്ക് ചെയ്താക്കാം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. പേടി ഒച്ചുണ്ടാക്കാതെ പോരുക. പൂളൊന്നുമില്ല. ഇത് റെഡിയായിട്ടുണ്ട്. ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഇങ്ങനെ വെക്കാം ഗൈസ്. രണ്ടാമത്തെന്തോ ഭാഗ്യം. ഇത് ഇവിടുത്തെ ബ്ലോക്കുകളൊക്കെ ഒന്ന് പോരട്ടെ. ചെസ്റ്റ് ഒന്നും വെക്കാൻ തന്നെ പറ്റൂല. അതൊക്കെ ഞാൻ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അയ്യോ പോയി, അയ്യോ ഗ്ലാസ് ടൈൽസ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പില്ലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ വാർഡൻ കാണാൻ പോയി ഗൈസ്. ആരാണോ വാർഡനൊക്കെ സ്പോൺ ചെയ്ത്. അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ പ്ലേയിങ്. അല്ലെങ്കിൽ ഗെയിം ആകെ കൂടിയിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വേറൊരു വീഡിയോസിനായി എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടെ അമർത്തേക്കാണ്. അല്ല പിന്നെ